Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുജിത്ത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. നമ്മുടെ ഇഡ്ഡലി ദോശയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ചട്നി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങയ്ക്ക് പകരമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പൊട്ടുകടല ആണ്. പൊട്ടുകടല എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്ത കടല നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, അത് തന്നെ വേണം കേട്ടോ. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് 2-3 മുറിച്ച് വെച്ചിട്ടുണ്ട് അരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എണ്ണ വേണം. വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത്, നല്ലെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 4-5 എണ്ണം എരിവിനനുസരിച്ച് വറ്റൽമുളക് എടുക്കാം. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചുട്ട് എടുത്തതാണ് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച്. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ കുറച്ച് വലിയ പീസ് ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചാൽ അരയ്ക്കാൻ എളുപ്പം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക. അത് തന്നെയല്ല, വെള്ളം ചേർക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടുവെള്ളം ചേർക്കണം. തിളപ്പിച്ച് ഒരല്പം ചൂട് കുറഞ്ഞ് ചെറിയ ചൂടുള്ള വെള്ളം നോക്കി ചേർക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് അരയ്ക്കാവുന്ന പരുവത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് പോരെന്നുണ്ടെങ്കിൽ ഇതൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് പോരാത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അത് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കുക, അതാണ് നല്ലത്. പിന്നെ ഒരല്പം തരിതരിപ്പായിട്ട് അരയ്ക്കുന്നത് നന്നായിരിക്കും. തീരെ അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കാത്തതാണ് നല്ലത്. ഇപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. എന്നിട്ട് എത്ര ലൂസ് വേണമെന്നനുസരിച്ചിട്ട് അതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്നതാണ് ഈ ചട്നിക്ക് ടേസ്റ്റ്. ഈ പൊട്ടുകടലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ചട്നി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പൊട്ടുകടലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരല്പം വ്യത്യാസമുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. എനിക്കിപ്പോൾ പോരാൻ തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ലൂസ് വേണമെന്നനുസരിച്ച് ആ ചമ്മന്തി ഒന്ന് കലക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇത് കടുക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണയിൽ ചെയ്യുന്നത് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിയുക, അതാകുമ്പോൾ പെട്ടെന്ന് നല്ല മൊരിഞ്ഞ് വരും. ചമ്മന്തിക്ക് എപ്പോഴും ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം ഉള്ളി, എന്നാൽ മാത്രമേ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ അത് ഒഴിവാക്കരുത്, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടുകടല ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ വേറൊരു ടേസ്റ്റ് വരും. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. നമുക്ക് തേങ്ങാ ചിരകുകയോ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല ചട്നി അല്ലെങ്കിൽ തേങ്ങ ചേർക്കാത്ത നല്ല ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്